ഇന്നത്തെ പലഹാരം അടിപൊളി ചക്കപ്പൊതിയുടെ റെസിപ്പിയാണ് കേട്ടോ. അടയല്ല, പൊതിയെന്ന് തന്നെയാണ് ഇവിടെ പറയുക. കുറച്ച് പച്ചരി കുതിർത്ത് അരയ്ക്കുക. എൻ്റെ കയ്യിൽ അരച്ച മാവ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അതിൽ 2 തവി എടുത്തു ഞാൻ. അതിൽ വെള്ളമൊക്കെ ഉള്ള കാരണം നമ്മളത് സ്റ്റൗവിൽ വെച്ച് വഴറ്റി എടുക്കണു. കണ്ടു, ആ വെള്ളം കളയാൻ വേണ്ടി വഴറ്റി സോഫ്റ്റ് ആവുകയും ചെയ്യും. അടയ്ക്കും പൊതിക്കും ഒക്കെ നല്ലതാണ് ഇങ്ങനെ ചെയ്യുക. ചക്ക വരട്ടിയതിൽ നിന്ന് കുറച്ചെടുക്കുക. ഇത് മുഴുവനൊന്നും എടുക്കണില്ല, ഞാൻ വരട്ടിയപ്പോൾ എടുത്ത വീഡിയോ കാരണം ഇതിലിട്ടു എന്ന് മാത്രം. ഈ പൊടിക്ക് ആവശ്യമായ ആ മാവിന് ആവശ്യമായ ചക്ക വരട്ടിയതെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് തേങ്ങ ചിരകിയത് 4 ഏലക്കായ പൊടിച്ചത്, 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് മിക്സ് ചെയ്യാം. പിന്നീട് കുറച്ച് തേങ്ങ കൊത്തും കൂടിയിട്ട് നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ ഇടുന്നത്. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ ഇല കണ്ടു, പൊടിയനിയുടെ ഇല എന്ന് പറയും, ഉഴുന്നുണ്ടി എന്നൊക്കെ പറയും. അതിൽ വേണം ഉണ്ടാക്കാൻ. ഇത് 2 ടീസ്പൂൺ വെച്ച് ഞാൻ ഒന്ന് പരത്തിയിട്ടുണ്ട്. ചിലവർ അങ്ങനെ തന്നെ വെച്ച് പിടിക്കുകയുള്ളൂ. ഇങ്ങനെ മടക്കി നമുക്കെല്ലാം ഉണ്ടാക്കാം. കുക്കറിൽ ഒരു 10 മിനിറ്റ്. അത് ഇഡ്ഡലി പാത്രമൊക്കെ ആണെങ്കിൽ കൂടുതൽ നേരം വേണം, കാരണം കട്ടി കൂടുതലല്ലേ. 10 മിനിറ്റ് കഴിഞ്ഞ് ചൂടാറിയതിന് ശേഷം തുറക്കാവൂ കേട്ടോ. ഉണ്ട്, ചക്കപ്പൊതി റെഡി. നല്ല ടേസ്റ്റാണ്, സോഫ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അടിപൊളി. കണ്ടു, ഉള്ളൊക്കെ നല്ലോണം വെന്തുണ്ട്, നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടു, എല്ലാവരും ഉണ്ടാക്കി. ചക്ക വരട്ടിയത് ഇരിക്കുന്നെങ്കിൽ എടുത്തോളൂ, ഉണ്ടാക്കിക്കോളൂ. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ.